ഒടുവിൽ വൈദ്യുതി പോകാതെ മലയാളികൾ ലോകകപ്പ് ഫൈനൽ കണ്ടുതീർത്തു. സംസ്ഥാനത്ത് മുന്നറിയിപ്പില്ലാതെ വൈദ്യുതി പോകുന്നതിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ഉയരുന്നത്. അതിനിടെയാണ് ഏത് വിധേനയും വൈദ്യുതി വാങ്ങി KSEB പ്രശ്നപരിഹാരം നടത്തി മലയാളിക്ക് ഫൈനൽ കാണാൻ അവസരമൊരുക്കിയത്. വൈകിട്ടത്തെ പീക്ക് സമയങ്ങളിൽ യാതൊരുവിധ മുന്നറിയിപ്പുമില്ലാതെയാണ് KSEB വൈദ്യുതി ഓഫാക്കുന്നത്. എന്നാൽ ഇതൊരു അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് അല്ല. വൈദ്യുതി പോകുമെന്ന് അറിയാമായിരുന്നിട്ടും എപ്പോഴാണ് ഈ കറണ്ട് കെട്ടെന്ന് അറിയാതെ വലയുകയാണ് മലയാളികൾ. ഇതൊരു ഷെഡ്യൂൾഡ് ലോഡ് ഷെഡിംഗ് അല്ല. വില നൽകി വൈദ്യുതി വാങ്ങാൻ പണമില്ലാത്തപ്പോഴും ഉയർന്ന ആവശ്യകത നിറവേറ്റാനുള്ള വൈദ്യുതി കൊണ്ടുവരാനുള്ള സംവിധാനമില്ലാത്തപ്പോഴുമാണ് മുൻകൂട്ടി സമയം പ്രഖ്യാപിച്ച് ലോഡ് ഷെഡിംഗ് നടത്താറുള്ളത്. ഇപ്പോൾ അത്തരമൊരു സാഹചര്യമില്ല. എന്താണ് പിന്നെ ഇപ്പോൾ സംഭവിക്കുന്നത്? സ്വന്തമായി ഉൽപ്പാദിപ്പിക്കുന്നതിന് പുറമെ കേന്ദ്ര വിഹിതത്തിൽ നിന്നും കരാറുകളിലൂടെയും KSEB വൈദ്യുതി വാങ്ങുന്നുണ്ട്. ഇതാണ് ഉപഭോക്താക്കൾക്ക് നൽകുന്നത്. അതിൽ കൂടുതൽ ആവശ്യമുണ്ടാകുമ്പോൾ അടുത്ത ദിവസത്തേക്കുള്ള വൈദ്യുതി മുൻകൂട്ടി വാങ്ങാൻ KSEBക്ക് ഡേ ഹെഡ് വിപണിയും അതത് സമയത്തെ ആവശ്യത്തിന് വേണ്ടി വാങ്ങാൻ തത്സമയ വിപണിയുമുണ്ട്. ഡേ ഹെഡ് വിപണികളിൽ ആവശ്യത്തിന് വൈദ്യുതി കിട്ടാത്ത സാഹചര്യങ്ങളിൽ തത്സമയ വിപണിയിൽ KSEB പ്രതീക്ഷ അർപ്പിക്കും. ഓഹരി വിപണിയിൽ എന്നതുപോലെ ഓരോ സെക്കൻഡിലും ഇതിൽ മാറ്റം വന്നുകൊണ്ടിരിക്കും. ഈ വിപണിയിൽ നിന്ന് വൈദ്യുതി ലഭിക്കുമോ ഇല്ലയോ എന്ന് ഏതാണ്ട് 1.5 മണിക്കൂർ മുമ്പ് മാത്രമേ അറിയാനാകൂ. KSEB കരുതിയിട്ടുള്ളതിനേക്കാൾ വൈദ്യുതി ആവശ്യകത ഉയരുമ്പോൾ, ഉദാഹരണത്തിന് 4000 മെഗാവാട്ട് വൈദ്യുതിയാണ് KSEBയുടെ പക്കലുള്ളതെങ്കിൽ ആവശ്യകത അതിനേക്കാൾ ഉയരുമ്പോൾ ഗ്രിഡ് ഫ്രീക്വൻസി 50 ഹെർട്സിൽ നിന്നും താഴാൻ തുടങ്ങും. അപ്പോൾ തന്നെ ബംഗളൂരിലെ ദക്ഷിണ മേഖല ലോഡ് ഡെസ്പാച്ച് സെന്ററിൽ നിന്നും കളമശ്ശേരിയിലെ സ്റ്റേറ്റ് ലോഡ് ഡെസ്പാച്ച് സെന്ററിലേക്ക് ലോഡ് കുറയ്ക്കാൻ മുന്നറിയിപ്പ് ലഭിച്ചു തുടങ്ങും. അതനുസരിച്ച് ആവശ്യമായ ഫീഡറുകൾ ഓഫ് ചെയ്ത് ലോഡ് കുറച്ചില്ലെങ്കിൽ പുറത്തുനിന്ന് കേരളത്തിലേക്ക് എത്തുന്ന പ്രസരണ ശൃംഖലയാകെ ഓഫ് ചെയ്യേണ്ടി വരും. അത്തരം നടപടി ഉണ്ടാതിരിക്കാനാണ് അപ്പോൾ ആവശ്യമായ ഫീഡറുകൾ മാത്രം നിശ്ചിത സമയത്തേക്ക് ഓഫ് ചെയ്ത് ലോഡ് കുറയ്ക്കുന്നത്. അപ്പോഴും വൈദ്യുതി ലഭിക്കാനുള്ള സാധ്യത അന്വേഷിച്ചു കൊണ്ടിരിക്കും. ചിലപ്പോൾ ചില സംസ്ഥാനങ്ങൾക്ക് മുൻകൂട്ടി വാങ്ങിയ വൈദ്യുതി ആവശ്യമില്ലാത്ത സ്ഥിതി ഉണ്ടായാൽ ഉടൻ വാങ്ങാൻ കഴിയാറുണ്ട്. ലോഡ് കൂടിയ സബ്സ്റ്റേഷനുകൾക്കാണ് ഓഫ് ചെയ്യാനുള്ള നിർദ്ദേശം നൽകുന്നത്. അതുകൊണ്ട് ഏതൊക്കെ സബ്സ്റ്റേഷനുകളിലാണ് ഈ ഓഫ് ചെയ്യേണ്ടതെന്ന് മുൻകൂട്ടി അറിയാനും ബുദ്ധിമുട്ടുണ്ട്. ഇത് ഉപഭോക്താക്കളെ അറിയിക്കുന്നതിലും പ്രായോഗികമായ തടസ്സങ്ങളുണ്ട്. അപ്രഖ്യാപിത ലോഡ് ഷെഡിംഗ് ഒഴിവാക്കാൻ വൈദ്യുതി ലാഭിച്ചേ പറ്റൂ. എങ്ങനെ ലാഭിക്കാമെന്ന് കൂടി നോക്കാം. ഉറങ്ങാൻ കിടക്കുമ്പോൾ മാത്രം AC ഓൺ ചെയ്യാം. രാത്രി 10 മണിവരെ AC ഒഴിവാക്കാം. AC 26 ഡിഗ്രിക്ക് മുകളിൽ സെറ്റ് ചെയ്യാം. ഇലക്ട്രിക് വാഹനങ്ങളുടെ ചാർജിംഗ് പരമാവധി പകൽ സമയത്തേക്ക് ക്രമീകരിക്കാം. ഒഴിവാക്കാനാവാത്ത സാഹചര്യങ്ങളിൽ രാത്രി 11-ന് ശേഷമാകാം. വൈകിട്ട് 6-നും 11-നും ഇടയിൽ ഇൻഡക്ഷൻ സ്റ്റൗ, വാഷിംഗ് മെഷീൻ പോലുള്ള വൈദ്യുതോപകരണങ്ങൾ പ്രവർത്തിപ്പിക്കാതിരിക്കാം. BLDC ഫാനുകളിലേക്കും LED ലൈറ്റുകളിലേക്കും മാറാം. ഫാൻ വേഗം പരമാവധി കുറച്ചിട്ടാൽ വൈദ്യുതി ഉപയോഗം കുറയ്ക്കാം. ആവശ്യമില്ലാത്ത വൈദ്യുതോപകരണങ്ങൾ ഓഫ് ചെയ്യുന്നതും ശീലമാക്കാം. TV, AC തുടങ്ങി റിമോട്ട് കൺട്രോളുള്ള ഉപകരണങ്ങൾ റിമോട്ടിൽ മാത്രം ഓഫ് ചെയ്യാതെ സ്വിച്ച് ഓഫ് ചെയ്യാനും മറക്കരുത്.